ഈ കുടുംബത്തിലുള്ള പ്രശ്നമാണ്, ഉമ്മയും പെണ്ണുങ്ങളും ഒക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കയറി ചെന്നു. ഞാൻ ആദ്യം ആ പെൺകുട്ടിയോട് സംസാരിച്ചു, എന്താ മോളെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഉമ്മ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്നു, എന്ത് ചെയ്താലും നെഗറ്റീവ്. എന്റെ വാപ്പനെ പറയും, എന്റെ ഉപ്പ മരിച്ചു പോയതാ. ചിലപ്പോ എന്റെ ഉമ്മാനെ പറയും, ഉമ്മാനെ വിളിക്കെന്നെ തള്ള അങ്ങനത്തോളെന്നാ. ഞാൻ എന്നിട്ടും ഒന്നും തിരിച്ചു ചെയ്യൂല. അവസാന സങ്കടം കൊണ്ട് ഞാൻ എന്റെ പ്ലേറ്റ് നിലത്തേക്ക് ഇട്ടുവിട്ടതാ. കാരണം എന്റെ പച്ചക്ക് എന്റെ അമ്മനെയാ വിളിക്കുന്നത്, എന്റെ വാപ്പനെ വിളിക്കുന്നത്. എന്റെ പൊരേന്ന് ആരെങ്കിലും വന്നാല് ഒരു പരിഗണനയും തരൂല, അവർക്ക് എന്തെങ്കിലും ഒരു വെള്ളടിച്ചുകൊണ്ട് കൊടുക്കാൻ സമ്മതിക്കൂല, ഓലോടൊന്നും നല്ലോണം വർത്താനം പറയൂല. അപ്പൊ ഈ ഒരു സംഭവമൊക്കെ കേട്ടതിന് ശേഷം ഞാൻ അമ്മാനോട് സംസാരിച്ചു, ഉമ്മ എന്താ നിങ്ങൾക്ക് നിങ്ങളെ മരോളയിലുള്ള പ്രശ്നം? അപ്പം ഒന്നാമത്തെ കാര്യം പറഞ്ഞു, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ നോമ്പിന് ആദ്യത്തെ 5-ന്റെ ഉള്ളിൽ ഓളെ പോരെ നിന്റെ മോനെ നോമ്പ് തുറക്കാൻ വിളിക്കാൻ വന്നില്ല. ഇതപ്പൊ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, പോയി വന്ന ആദ്യത്തെ തക്കാരത്തിന് 1.5 കിലോ അലുവ ഉണ്ടോന്ന്. കുടുംബത്തിൽ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു വീട്ടിക്ക് കയറി ചെന്ന് വന്നവളാ ഞാനും. ആ കയറി വന്ന കാലത്ത് ഒരു ഉമ്മ എന്നോട് കാണിച്ചതൊക്കെ എന്റെ മോന്റോളോട് കാണിക്കണമെന്ന് ചിന്തിച്ച തകർത്തുങ്ങള് കുടുംബം. ഞാൻ അനുഭവിച്ച വേദന എന്റെ വീട്ടിലെ മരോൾ അനുഭവിക്കരുത് എന്നൊരു ഉമ്മ തീരുമാനെടുത്താൽ ആ കുടുംബത്തിലെ പെണ്ണിനും ആണിനും കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്താ അങ്ങനത്തെ ഒരു